ോട് വന്ന് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കണേ, എനിക്കിന് തൗബയുണ്ടോ? മുർത്തദ്ദായിരിക്കുന്നു, ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം, എന്നെ അല്ലാഹു സ്വീകരിക്കുമോ? ആ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് സൂറത്ത് ആലു ഇംറാനിലെ നമ്മൾ ആദ്യത്തിൽ ഓതി വെച്ച 86-ാമത്തെ ആയത്ത് മുതൽ 89-ാമത്തെ ആയത്ത് വരെയുള്ള ആയത്തുകൾ ഇറങ്ങുന്നത്. ആ സ്വഹാബിയുടെ വിഷയത്തിന്റെ മറുപടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറൂ ബഅദ ഈമാനിഹിം. വിശ്വാസം എന്താണെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം അല്ലാഹു ഇല്ലെന്ന് പറയുകയോ, വിശുദ്ധ ഖുർആൻ തെറ്റാണെന്ന് പറയുകയോ, പുണ്യ നബിയുടെ ബഅസത്തും അവിടുത്തെ നുബുവത്തും നിഷേധിക്കുകയോ ചെയ്ത ആളുകൾക്ക് എങ്ങനെയാണ് അല്ലാഹു മാർഗദർശനം നൽകുക? മനഃപൂർവ്വം നിഷേധിച്ചവരല്ലേ അവർ. വശഹിദൂ അന്നർ റസൂല ഹഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹഖായ നബിയാണെന്ന് അവർ സാക്ഷ്യം വഹിച്ചവരുമാണ്. എന്നിട്ട് ദീനിന്ന് പുറത്തുപോയവർ. വജാഅഹുമുൽ ബൈനാത്ത്. ഈ ദീന് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും അവർക്ക് വന്നു കഴിഞ്ഞുവല്ലോ. അങ്ങനെ അല്ലാഹുവിനെ വേണ്ടെന്ന് പറഞ്ഞു പോയവർക്ക് എങ്ങനെ ഹിദായത്ത് ലഭിക്കാനാണ്? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. സ്വന്തം ശരീരങ്ങളോട് അതിക്രമം ചെയ്തവർക്ക്, തിന്മകളുടെ മാർഗം തിരഞ്ഞെടുത്തവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കുകയില്ല. മതനിഷേധത്തിന്റെ ഒരു അടിസ്ഥാന ചിന്തയാണ് ഖുർആനിൽ പറയുന്നത്. ളാലിമീൻ, അക്രമം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തോടുള്ള അക്രമം. എന്താണത്? അവർക്ക് കള്ളുടിക്കണം, അവർക്ക് ജെൻഡർ ന്യൂട്രലാലിറ്റി വേണം, അവർക്ക് എല്ലാവരും മൃഗങ്ങളെ പോലെ ജീവിക്കണം. മൊറാലിറ്റി എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല, അതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണ്, നമുക്ക് അങ്ങനെയൊന്നും ആലോചിക്കേണ്ട, എല്ലാ ആണും പെണ്ണും എല്ലാവർക്കും ഉള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള പച്ചയായ മൃഗവാദം പറയാ, അതാണ് ളാലിം. അവർക്കൊന്നും അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. സ്വന്തം ശരീരത്തിന് അടിമകളായില്ലേ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. സ്വന്തം ശരീരത്തിന് തോന്നുന്നതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കേ, എന്നിട്ട് അല്ലാഹു ഹിദായത്ത് കൊടുക്കണമെന്ന് പറയേ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ദൈവനിഷേധം ചെയ്തവർക്ക് എന്താണ് കിട്ടുന്നത്? ഇവിടെ ചില സംഘടനകളുടെ സപ്പോർട്ട് കിട്ടും, അവർക്ക് കുറച്ച് ഫേസ്ബുക്ക് ലൈക്കും ഷെയറും കിട്ടിയേക്കാം, അങ്ങനെയൊക്കെ വല്ല കമന്റ് ഒക്കെ പറയുമ്പോൾ. ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായിക. അല്ലാഹുവിന്റെയും അവന്റെ മലക്കുകളുടെയും ശാപം അവർക്കുണ്ട്. കഴിഞ്ഞില്ല. വന്നാസി അജ്മഈൻ, മുഴുവൻ